ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ കിരൺ വന്നിട്ട് രാഹുലിനോട് പറയാണ്, നിങ്ങൾ ഡോക്ടർക്ക് 15 ലക്ഷം രൂപ ഓഫർ ചെയ്ത സമയത്ത് ഞാൻ അതിന് മുകളിൽ 25 ലക്ഷം രൂപ ഓഫർ ചെയ്തു. അപ്പം കല്യാണി പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞ് മരിക്കാൻ പാടില്ല. അത് കേട്ട് രാഹുൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അപ്പം കിരൺ പറയുന്നുണ്ട്, അതാണ് സത്യം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വരദാനങ്ങളാണ്. അതിനെ നമ്മൾ മനുഷ്യർക്ക് ശിക്ഷിക്കാനുള്ള അവകാശമില്ല. അപ്പം രാഹുൽ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നിങ്ങൾ കുഞ്ഞിനെ കാണാനാണോ വന്നത്? അപ്പം കല്യാണി പറയാണ്, അതെ, സരയുവിൻ്റെ കുഞ്ഞല്ലേ, അപ്പം പിന്നെ ഞങ്ങൾ കാണണ്ടേ? എങ്കിൽ പിന്നെ പോയി കാണ്, കൺകുളിർക്ക കാണ്, കണ്ട് ആനന്ദിക്ക്. അപ്പം കിരൺ പറയുന്നുണ്ട്, നിങ്ങളുടെ സകല കൊള്ളരുതായ്മകളും അതേപോലെ കണ്ടു പകർത്തിയ ആളാണ് നിങ്ങളുടെ മകൾ സരയു. അതുകൊണ്ട് അവൾക്ക് കിട്ടേണ്ട ജീവിതം തന്നെയാണ് ദൈവം തിരഞ്ഞെടുത്ത് അവൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് കേട്ട് രാഹുൽ ഒന്നും മിണ്ടാതെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. അപ്പം കിരൺ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും ദൈവം തന്ന സമ്മാനമാണ്. അവന് കിട്ടാനുള്ളത് കിട്ടാതെ അവൻ നിങ്ങളുടെ മോളെ വിട്ടു പോവില്ല. ഒരു കല്യാണം കഴിഞ്ഞാൽ അതിലൊരു കുഞ്ഞ്, അതാണ് അവൻ്റെ കണക്ക്. പക്ഷേ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അവൻ എല്ലായിടത്തു നിന്നും മുങ്ങിയിട്ടുമുണ്ട്. ഇവിടെ മാത്രം അവൻ കുറച്ച് മുന്നോട്ട് പോയി. ഇനിയിപ്പോൾ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഏതു നിമിഷവും അവൻ നാട് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനു മുമ്പ് അവന് കൊടുക്കാനുള്ള കുറച്ച് പൈസ കരുതി വെച്ചേക്ക്. രാഹുലിനെ കളിയാക്കിയിട്ട് കല്യാണിയെ കൂട്ടിക്കൊണ്ട് കിരൺ അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് മനോഹർ ശാരിയോട് പറയുന്നുണ്ട്, ഈ അച്ഛൻ്റെ കാര്യം വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. അച്ഛൻ വല്ലാതെ എന്നെ സംശയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശാരി പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ മോനെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയിലേക്ക് പോവാമെന്ന്. അത് കേട്ടതും മനോഹറിൻ്റെ മുഖം മാറുകയാണ്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, അയാൾ ഇവിടെ കിടന്ന് നരയിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കട്ടെ. അപ്പം മനോഹർ പറയാണ്, ഇനി അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കണം. അപ്പോഴേക്കും കിരണും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത് മനോഹർ കാണുന്നുണ്ട്. അതവൻ ശാരിയോട് പറയാണ്, ദേ വരാൻ പാടില്ലാത്ത രണ്ടെണ്ണം വരുന്നുണ്ട്. അവരെ കണ്ട സമയത്ത് ശാരി വേഗം എഴുന്നേറ്റ് നിന്നിട്ട് പതറിക്കൊണ്ട് മനോഹറിനോട് പറയുന്നുണ്ട്, ഒന്നും പറയണ്ട മോനെ, ആ താരയുടെ അന്നത്തെ കേസ് പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും ഒന്നും പോയിട്ടില്ല. അവരെ ചൊടിപ്പിച്ചിട്ട് വെറുതെ അതൊന്നും കുത്തിപ്പൊക്കണ്ട. മനോഹറിൻ്റെ അടുത്തെത്തിയ സമയത്ത് കിരൺ പറയാണ്, ഡാ മനോഹറേ, കൺഗ്രാജുലേഷൻസ്. മനോഹറും കിരണിന് കൈ കൊടുക്കുകയാണ്. അപ്പം കല്യാണി പറയുന്നുണ്ട്, പെൺകുഞ്ഞാണല്ലേ? അപ്പോൾ ശാരി പറയാണ്, ഞങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങളെയാണ് ഇഷ്ടം. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതിപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? പെണ്ണായാലും ആണായാലും എന്താ കുഴപ്പം? ഒന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ കിരൺ മനോഹറിനോട് പറയാണ്, മനോഹറേ നീ ഒന്ന് വന്നേ. എന്താ? അവൻ പേടിയോട് ചോദിക്കുന്നുണ്ട്. നീ ഒന്ന് വന്നേ. മനോഹറിനെ കൂട്ടിക്കൊണ്ട് കിരൺ പോകുന്ന കണ്ടപ്പോൾ ശാരിക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ടായിരുന്നു. അവരങ്ങോട്ടേക്ക് പോയ സമയത്ത് കല്യാണി ശാരിയോട് പറയാണ്, കുഞ്ഞിനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. സുന്ദരിയായ ഒരു പെൺകുഞ്ഞ്, എൻ്റെ മരുമോനെ പോലെയുണ്ട്. അത് കേട്ട് കല്യാണിക്ക് ചെറുതായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ പറയാണ്, അവൻ്റെ കുഞ്ഞ് അവനെ പോലെയല്ലേ ഇരിക്കൂ. എന്നാലും കുഞ്ഞിൻ്റെ അമ്മയുടെ ഒരു ചായയും ഇല്ല, മൊത്തം മരുമോനെ പോലെ തന്നെയാ. അപ്പോൾ കല്യാണി ചിന്തിക്കുന്നുണ്ട്, നാളെ അവൻ്റെ ചായ ഇല്ലായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കും. കിരണിൻ്റെ കൂടെ മാറി നിന്ന ശേഷം മനോഹർ ചോദിക്കുന്നുണ്ട്, എന്താ സാറേ? സാധാരണ പെണ്ണ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അവളുടെ സകല സ്വത്തുക്കളും അടിച്ചു മാറ്റിയിട്ട് നീ മുങ്ങാറാണ് പതിവ്. അതിന് മനോഹർ മറുപടിയൊന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, കുഞ്ഞ് ജനിക്കുന്നത് വരെ പോലും നീ കാത്തു നിൽക്കാറില്ല. പക്ഷേ ഇവിടെ നിനക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു, അതും ഒരു പെൺകുഞ്ഞ്. ഒരു കാരണവശാലും നീ മുങ്ങാമെന്ന് കരുതരുത്. അപ്പം മനോഹർ വിധേയത്വത്തോടെ സംസാരിക്കുകയാണ്. അതിന് ഞാൻ മുങ്ങൂന്ന് പറഞ്ഞില്ലല്ലോ സാറേ, നിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതാ. നീ ഇനി എവിടെ പോയാലും നിന്നെ പിന്തുടർന്ന് പിടിക്കാൻ ആളുണ്ട്. അപ്പം ശബ്ദം താഴ്ത്തി തന്നെ മനോഹർ പറയാണ്, എൻ്റെ കള്ളത്തരങ്ങളൊക്കെ അമ്മായി അച്ഛൻ പിടിച്ചു കഴിഞ്ഞു. ഇനി അമ്മായി അമ്മയും ഭാര്യയും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത് സാറിനും അറിയാലോ. അപ്പം കിരൺ പറയുന്നുണ്ട്, അങ്ങനെ അവർ പിടിക്കുന്നത് വരെ നീ ഇവിടെ ഉണ്ടാവണം, ഉറപ്പായിട്ടും. അപ്പം കിരൺ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിനിടെ നീ വേറൊരു വേല ഒപ്പിച്ചായിരുന്നല്ലോ. നിഷയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലുള്ള വേലത്തരങ്ങളൊന്നും ഇനി കാണിക്കാൻ നിൽക്കണ്ട. അപ്പം മനോഹർ വേഗം പേടിയോടെ പറയുന്നുണ്ട്, ഇല്ല സാറേ, അത് ഞാൻ സാറിന് തരുന്ന വാക്കാ. അപ്പം കിരൺ ഒന്നുകൂടെ ദേഷ്യം കയറുകയാണ്. നീ വാക്കൊന്നും തരണ്ട, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. ഇല്ലെങ്കിൽ ഇടിച്ച് നിൻ്റെ നട്ടല് ഞാൻ പൊളിക്കും. പിന്നെ നീ ഇനി ഒരു പെണ്ണിൻ്റെ പിന്നാലെയും പോവില്ല. അപ്പം മനോഹർ പറയുന്നുണ്ട്, ഇല്ല സാറേ, ഞാൻ സാറ് പറയുന്നത് പോലെ ചെയ്തോളാം. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ മോളെ പോയി കണ്ടായിരുന്നോ? കണ്ടു സാറേ. എങ്ങനെയുണ്ട്? അപ്പം മനോഹർ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നെപ്പോലെയാന്നാ എല്ലാവരും പറയുന്നേ. നീയുമായിട്ട് സാദൃശ്യമുള്ളത് കുഴപ്പമില്ല, പക്ഷേ നിൻ്റെ സ്വഭാവം അതിന് കിട്ടാതിരുന്നാൽ മതി.
ശാരിയാണെങ്കിൽ മനോഹറിനെ മാറ്റി നിർത്തി സംസാരിക്കുന്ന കിരണിനെ കണ്ടിട്ട് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ടിട്ട് മനോഹർ പറയുന്നുണ്ട്, അമ്മായിയമ്മ നോക്കുന്നുണ്ട്. അത് കേട്ട് കിരണും അങ്ങോട്ടേക്ക് നോക്കിയിട്ട് പറയാണ്, ഇനി എപ്പോഴാണ് അവർ നിനക്ക് വിഷം തരുന്നതെന്ന് ദൈവത്തിനറിയാം. അതിന് മറുപടിയൊന്നും പറയാതെ മനോഹർ വെറുതെ ചിരിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. കിരൺ പറയുന്നുണ്ട്, വാടാ. എന്നിട്ട് രണ്ടുപേരും കൂടെ നേരെ ശാരിയുടെയും കല്യാണിയുടെ അടുത്തേക്ക് പോവാണ്. അടുത്തെത്തിയപ്പോൾ ശാരി ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും കൂടെ സംസാരിച്ചത്? അപ്പം മനോഹറാണ് പറയുന്നത്, ഞങ്ങൾ കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചതാ. ആഹാ, അമേരിക്കയിൽ കൂടി ബിസിനസ് വ്യാപിപ്പിക്കാൻ കിരൺ സാറിന് താല്പര്യമുണ്ടെന്ന് മനോഹർ പറഞ്ഞു കേട്ടപ്പോൾ ശാരി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ രക്ഷപ്പെടും മോനെ. അപ്പോൾ കിരൺ പറയാണ്, ആ ശരി ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവിടെ വേറൊരാൾ കൂടി കിടപ്പുണ്ട്. അത് കേട്ട് ശാരിയുടെയും മനോഹറിൻ്റെയും മുഖം വാടുകയാണ് സംശയത്തോടെ. അപ്പം കല്യാണി പറയുന്നുണ്ട്, താരാൻറ്റി ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. അന്നത്തെ ആ വീഴ്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ആയെങ്കിലും ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ശാരി മനോഹറിനെ നോക്കിക്കൊണ്ട് അറിയാത്തതുപോലെ സംസാരിക്കുകയാണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്നാൽ ഇപ്പം അറിഞ്ഞല്ലോ. അങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയുക, എപ്പോഴെങ്കിലും താരാൻറ്റി കുഞ്ഞിനെ കാണാൻ വന്നാൽ നിങ്ങൾ അവരെ ആട്ടി ഓടിക്കരുത്. അപ്പോഴേക്കും മനോഹർ വേഗം പറയാണ്, ഒരിക്കലുമില്ല, സരയു ആൻറ്റിയുടെ മോളല്ലെങ്കിലും അങ്ങനെ അവർ കരുതുന്ന സ്ഥിതിക്ക് അവർ ഞങ്ങളുടെ മോളെ കാണാൻ വന്നാൽ കണ്ടിട്ട് പോയിക്കോട്ടെ. അപ്പോൾ കിരൺ ശാരിയെ നോക്കുന്നുണ്ട്. അപ്പോൾ ശാരി പറയാണ്, സരയുവിന് അവളോട് ദേഷ്യ. ആയിക്കോട്ടെ, പക്ഷെ അവൾ ഉറങ്ങുന്ന സമയത്തെങ്കിലും കുഞ്ഞിനെ എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിക്കാലോ, അല്ലെങ്കിൽ മറഞ്ഞു നിന്ന് കുഞ്ഞിനെ ആൻറ്റിക്ക് കാണിക്കാലോ. അപ്പോൾ ശാരി പറയുന്നുണ്ട്, ആ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ കല്യാണിയും പറയുന്നുണ്ട്, ആൻറ്റി വരുവാണെങ്കിൽ കരയിപ്പിച്ച് വിടരുത്. ഓ, ശാരി ഭയത്തോടെ പറയാണ്. അങ്ങനെ കല്യാണിയെ വിളിച്ചുകൊണ്ട് കിരൺ അവിടുന്ന് പോവാണ്. ആ സമയത്ത് മനോഹർ വലിയ ആളായിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അവരുടെ മുന്നിൽ ചൂളി നിൽക്കുന്നേ? അത് കേട്ടത് ശാരി ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മനോഹർ ചോദിക്കുകയാണ്, താരാൻറ്റി വരുമ്പോൾ കുഞ്ഞിനെ കാണിക്കാന്ന് എന്തിനാ പറഞ്ഞത്? അപ്പോൾ ശാരി ചിരിക്കുന്നത് പോലെ പറയാണ്, അത് പിന്നെ മോനെ, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ, കേസും വഴക്കൊന്നും ഉണ്ടാവാതിരിക്കാനാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. അപ്പം മനോഹർ സംശയത്തിൻ്റെ രീതിയിൽ സംസാരിക്കുകയാണ്, താരാൻറ്റിയുടെ കാര്യം പറയുമ്പോൾ എന്തൊക്കെയോ ഭയമുണ്ട് അമ്മയ്ക്ക്. എന്ത് ഭയം? ഏയ് ഒന്നുമില്ല. ശാരി പേടിയോടെയാണ് സംസാരിക്കുന്നത്. അവൾ പിന്നെ എൻ്റെ മോളെ അവളുടെ സ്വന്തം മോളായിട്ട് കാണുമല്ലേ, അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. ശാരി അങ്ങനെയായിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നതിൽ മനോഹറിന് നല്ല സന്തോഷമുണ്ട്. കല്യാണിയും കിരണും നേരെ പോയത് രൂപയുടെ വീട്ടിലേക്കാണ്. അവരെ കണ്ടപ്പോൾ രൂപ ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയായിരുന്നോ? പോയിട്ടാ വരുന്നത്. ഞാനാണ് അങ്കിളുടെ പദ്ധതി പൊളിച്ചതെന്ന് അങ്കിളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, അമ്മ അങ്ങോട്ട് പോകുന്നില്ലേ? എനിക്കെന്തോ ആ കുഞ്ഞിനെ കാണാൻ പോലും താല്പര്യം തോന്നുന്നില്ല. രൂപ താല്പര്യമില്ലാത്ത മട്ടിലാണ് പറയുന്നത്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അമ്മ അങ്ങനെ പറയരുത്. അമ്മ സരയുവിൻ്റെ കുഞ്ഞിനെ കാണാൻ പോവാതിരുന്ന ഉറപ്പായിട്ടും അവരെല്ലാവരും സംശയിക്കും. അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞിനോട് നമുക്ക് എന്താ അമ്മേ വിരോധം? ഒരു കാരണവശാലും അവിടേക്ക് പോവാതിരിക്കരുത്. അമ്മ പോയി ആ കുഞ്ഞിനെ കാണണം, കൊഞ്ചിക്കണം. സരയുവിനെ അമ്മയ്ക്ക് ഇപ്പോഴും ഞങ്ങളെക്കാളും സ്നേഹമുണ്ടെന്ന് വിശ്വസിപ്പിക്കണം. അപ്പോൾ രൂപ പറയുന്നുണ്ട്, മനസ്സിൽ പകവെച്ച് അഭിനയിക്കാൻ പാടാ മോളെ. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇത്രയും നാൾ അമ്മ അഭിനയിച്ചത് നന്നായിട്ടുണ്ട്. ഇനി ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സാ. അതുവരെ നമുക്ക് അങ്ങനെ തന്നെ പോണം അമ്മേ. അപ്പോൾ കിരണും പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവൂ. കള്ളക്കഥകളാണ് അങ്കിളിനോട് അച്ഛനെക്കുറിച്ച് അമ്മ പറയുന്നതെങ്കിലും പണ്ടത്തെ പോലെ ഇപ്പോൾ കടുകട്ടി വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അത് പാടില്ല. അച്ഛനെ വെറുപ്പാണെന്ന് അങ്കിളിനെ കൊണ്ട് തോന്നിപ്പിക്കണം. രൂപ ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണ്. അച്ഛനെ ഏത് നിമിഷവും അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അയാളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കണം. അയാൾ അത് കേട്ട് സന്തോഷിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ ആഗ്രഹിക്കുന്നത് നടക്കുമെന്ന് അയാൾ വിശ്വസിക്കട്ടെ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയാൾ പുതിയ വഴികൾ തേടും. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക അയാൾക്കിപ്പോൾ. കല്യാണി പറയുന്നത് കേട്ട് രൂപയ്ക്ക് ചെറിയൊരു ഭയം തോന്നുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ അമ്മ കൂടി അയാൾക്കെതിരാണെന്നറിഞ്ഞാൽ അയാൾ എന്ത് തീരുമാനം എടുക്കാനും മടിക്കില്ല. അപ്പോൾ കിരൺ പറയാണ്, അയാളെക്കാളും കരുത്തുണ്ട് ഇപ്പോൾ എനിക്കും അച്ഛനും ഒക്കെ. എങ്കിലും ചതിയും വഞ്ചനയും കൂടെ കൊണ്ട് നടക്കുന്ന ആളാണ് അയാൾ. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പ് മറ്റുള്ളവർക്കും അതുപോലെ നഷ്ടം വരുത്തി വെക്കണമെന്ന് അയാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ദോഷം ചെയ്യൂ അമ്മേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ അമ്മ കുഞ്ഞിനെ കാണാൻ പോണെന്ന്. ശരി, ഞാൻ പോകാം. രൂപ സമ്മതിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ മരണ വാർത്ത കേൾക്കാൻ കൊതിച്ച് അയാളുടെ കാതുകളിലേക്ക് എത്തിയത് അയാളൊരു മുത്തശ്ശനായി എന്നുള്ള വാർത്തയാണ്. ഇനി ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഹോസ്പിറ്റലിലുള്ളവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇനി അവിടെ വെച്ച് അങ്കിളിന് കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കരുതെന്ന് ഞാൻ മനോഹറിനെയും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോയിട്ട് വരാം, രൂപ പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയാണ്, കുഞ്ഞിനെ വാത്സല്യത്തോടെ എടുക്കണം, സരയുവിനോടും സ്നേഹത്തോടെ പെരുമാറണം.
അത് സമ്മതിച്ചിട്ട് രൂപ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് കല്യാണി സംശയത്തോടെ കിരണിനോട് ചോദിക്കുന്നുണ്ട്, മുങ്ങരുതെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും മനോഹർ നാട് വിട്ടു പോവോ? ഏയ്, അവൻ ഇതുവരെ കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടാതെ അവൻ എന്തായാലും പോവില്ല. അഥവാ ഇനി അവൻ പോയാൽ തന്നെ അവൻ പോകുന്നത് ജയിലിലേക്കായിരിക്കും. കിരൺ ഉറച്ച ശബ്ദത്തിൽ പറയുകയാണ്. രൂപ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് പുറത്തു തന്നെയാണ് രാഹുൽ ഉണ്ടായിരുന്നത്. കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണ് രൂപ വന്നിട്ടുണ്ടായിരുന്നത്. രൂപയെ കണ്ടപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല രൂപേ. ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ എൻ്റെ മോൾക്കൊപ്പം ഉണ്ട്. ഡോക്ടറോട് ഞാൻ പറഞ്ഞതാ ജീവനോടെ ആ കുഞ്ഞ് ജനിക്കരുതെന്ന്. അതിനവർക്ക് നല്ലൊരു തുകയും വാഗ്ദാനം ചെയ്തതാ. എന്നാൽ കിരൺ ഇടയിൽ കയറി അതിനേക്കാളും വലിയൊരു തുക കൊടുക്കാമെന്ന് ഓഫർ ചെയ്തു. അപ്പോൾ രൂപ പറയുന്നുണ്ട്, അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല ഏട്ടാ, പക്ഷേ കുഞ്ഞിനെ കൊല്ലുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പം രാഹുൽ പറയാണ്, പക്ഷെ ആ കുഞ്ഞ് ജനിക്കാതിരിക്കേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. അതിനേക്കാൾ ഉപരി എൻ്റെ മോളുടെ ആവശ്യമായിരുന്നു. അവളുടെ ഭാവി ഇനി എന്തായിരിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല രൂപേ. അപ്പോൾ രൂപ പറയുന്നുണ്ട്, മനോഹർ ഇന്നോ നാളെ പോയാലും ആ കുഞ്ഞിനെ പോറ്റാനുള്ള കഴിവ് സരയുവിനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എന്താ പ്രയോജനം? എൻ്റെ മോൾക്ക് വേണ്ടത് നല്ലൊരാണിൻ്റെ തണലാ. അതുകൊണ്ടാ കിരൺ അവളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ രൂപ പറയാണ്, അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് അറിയില്ല ഏട്ടാ. നിനക്കും നല്ല മാറ്റമുണ്ട്, അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് രൂപേ. രാഹുൽ പറയാണ്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, എനിക്കൊരു മാറ്റവും ഇല്ല, ഞാൻ പറയുന്നത് സത്യങ്ങളാണ്. കിരണിൻ്റെ മനസ്സ് എനിക്കറിയാം. അവൻ ഇന്ന് എന്നേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് കല്യാണിയെയാണ്. ഏട്ടൻ അറിയോ, അവൾ ഡൽഹിയിൽ പോയ ആ ദിവസങ്ങളിൽ അവൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ അവളില്ലാതെ ഒരു ദിവസം പോലും തള്ളി നീക്കാൻ അവന് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കിരൺ അവളെ മറന്നുകൊണ്ട് സരയുവിനൊരു ജീവിതം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ വഴിക്ക് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ സരയും കിരണും ഒരുമിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി എത്ര ശ്രമിച്ചാലും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി സമയം കളയാത്തതാ നല്ലത്. ഞാനേതായാലും സരയുവിനെയും കുഞ്ഞിനെയും ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് രൂപ അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ഷാരിയും സരയും അകത്ത് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാരി സരയുവിനോട് പറയുന്നുണ്ട്, ഞാൻ കരുതിയത് ആൺകുഞ്ഞായിരിക്കും എന്നാ. അന്നൊരു വയറ്റാട്ടി വന്നപ്പോഴും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അപ്പോൾ സരയു പറയുന്നുണ്ട്, അയലത്തുള്ളവർക്ക് ആൺകുട്ടി ആയതുകൊണ്ട് എനിക്കൊരു പെൺകുഞ്ഞിനെ വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഷാരി പറയാണ്, അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞിരുന്നത്, നിനക്കൊരു ആൺകുഞ്ഞിനെ വേണമെന്നായിരുന്നില്ലേ? അതൊക്കെ നേരത്തെ. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, എന്തായാലും ആണായാലും പെണ്ണായാലും സുഖപ്രസവമാണല്ലോ നടന്നത്. ഓ, നിന്റെ നിലവിളിയും മാസം തികയാതെയുള്ള കരച്ചിലും ഒക്കെ കണ്ടപ്പോൾ സിസേറിയൻ ആവുമെന്നാണ് ഞാൻ കരുതിയത്. ഏതായാലും അതുണ്ടായില്ലല്ലോ. അപ്പോഴേക്കും കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. ആരാണോ എന്തോ. ആ വട്ടനാവാതിരുന്നാൽ മതിയായിരുന്നു, നിന്റെ അച്ഛൻ എന്നും പറഞ്ഞിട്ടാണ് ഷാരി വാതിൽ തുറക്കാൻ പോകുന്നത്. വാതിൽ തുറന്നപ്പോൾ രൂപയെ കണ്ടത് ഷാരിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. ഇത് ആരാ വന്നിരിക്കുന്നേ? മോളെ, മോളുടെ ആൻറ്റി വന്നിരിക്കുന്നു. ഷാരി സന്തോഷത്തോടെ രൂപയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് കുഞ്ഞിനോട് പറയുന്നുണ്ട്, ദേ വാവേ, ആരാ വന്നിരിക്കുന്നേ നോക്കിയേ, മുത്തശ്ശിയാ. നോക്കിയേ രൂപേ, മനുമോൻ്റെ ഫോട്ടോ കോപ്പിയാ, അതുപോലെ തന്നെ ഉണ്ടല്ലേ? അത് കേട്ട് രൂപയും പറയുന്നുണ്ട്, അതെ അതെ, മനോഹറിനെ പോലെ തന്നെയുണ്ട്. ആൻറ്റി എന്താ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നേ? സരയു ചോദിക്കുകയാണ്. അപ്പം രൂപ പറയുന്നുണ്ട്, നിനക്കെന്നോട് പിണക്കല്ലേ? അപ്പോൾ ഷാരി പറയാണ്, ഇപ്പോൾ പിണക്കമൊന്നുമില്ല. നീ എന്തിനാ അവരെയൊക്കെ സ്നേഹിക്കുന്നതെന്ന് ഇപ്പോൾ മോക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പോൾ പിണക്കമൊന്നുമില്ല. ഇപ്പം തന്നെ പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് ആൻറ്റി വന്നോന്നാ. ഈ കുഞ്ഞ് ജനിച്ചിട്ട് പോലും അയാൾക്കൊരു സന്തോഷവും ഇല്ല. രാഹുലിനെ കൊണ്ടാണ് ഷാരി പറയുന്നത്. അപ്പം രൂപ പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടാവാനാ, തലയ്ക്ക് വെളിവില്ലാതെ നടക്കുമല്ലേ? അപ്പോൾ ഷാരി പറയുന്നുണ്ട്, എന്തായാലും മനുമോനുള്ളത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല. പാവം, പ്രസവിക്കുന്ന അന്ന് രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ട് പോലുമില്ല. അപ്പോഴേക്കും മനോഹർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മനോഹറിനെ കണ്ട സമയത്ത് രൂപയും ഒരർത്ഥം വെച്ച് നോക്കുകയാണ്. രൂപയെ കാണുന്ന സമയത്ത് മനോഹറും ഒരു കള്ളനെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ മനോഹർ ചോദിക്കുന്നുണ്ട്, ആൻറ്റി എപ്പോൾ വന്നു? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഷാരി പറയാണ്, കുട്ടിയെ കണ്ട സമയത്ത് ഞങ്ങളൊക്കെ പറഞ്ഞത് തന്നെയാണ് രൂപയും പറഞ്ഞത്, മോനെപ്പോലെ തന്നെയുണ്ട് കുഞ്ഞിനെ കാണാനെന്ന്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ സരയുവിന് ഭയങ്കര സ്നേഹമാണല്ലോ മനോഹറിനോട്. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ സമ്മാനമാണ് അവൾ തന്നിരിക്കുന്നത്, നിന്നെപ്പോലെ തന്നെ. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, ഇനി നിനക്ക് അയലത്ത് പോയി കല്യാണിയുടെ ചന്തമില്ലാത്ത കുഞ്ഞിനെ കൊഞ്ചിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിനക്ക് കൊഞ്ചിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുണ്ടല്ലോ. അപ്പോൾ രൂപയുടെ മുഖം മാറുകയാണ്. മാത്രമല്ല രൂപ പറയുന്നുണ്ട്, കല്യാണിയുടെ കുഞ്ഞിനും ചന്തത്തിന് കുറവൊന്നുമില്ല. അപ്പോഴേക്കും ഷാരിയുടെയും സരയുവിൻ്റെയും മുഖം വാടുകയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ വെറുതെ കമ്പയർ ചെയ്യല്ലേ അമ്മേ, കല്ലുമോനും നല്ലതാ, നമ്മുടെ കൺമണിയും നല്ലതാ. അത് കേട്ട് ഷാരി ചിരിക്കുകയാണ്. അപ്പം രൂപ ചിന്തിക്കുന്നുണ്ട്, അതെ, കുഞ്ഞുങ്ങളെല്ലാം നല്ലവരാ, എന്നാൽ ഈ കുഞ്ഞിന് ചുറ്റും നിൽക്കുന്നവരെല്ലാം അസുര ജന്മങ്ങളാ. അതിനിടെ മനോഹർ ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. അല്ല, ഇനി എന്നാണ് മനു അമേരിക്കയിലേക്ക് പോകുന്നത്? അത് കേട്ടതും മനോഹർ ഒരു ഷോക്കോടുകൂടി രൂപയെ നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.